DCB മീഡിയയുടെ APL BPL റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണ അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും ചേർന്ന് റേഷൻ കടകൾ വഴിയും സപ്ലൈകോ സ്റ്റോറുകൾ വഴിയും ഓണം ഫെയർ കേന്ദ്രങ്ങൾ വഴിയും അരി ഉൾപ്പെടെയുള്ള ഓണക്കാല വിഹിതങ്ങളുടെ വിതരണങ്ങളൊക്കെ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഓഗസ്റ്റ് 10 മുതൽ വിതരണം ചെയ്യുമെന്നറിയിച്ച മഞ്ഞ റേഷൻ കാർഡുകാർക്കുള്ള സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെയും നീലവെള്ള കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരിയുടെയും വിതരണം പലയിടത്തും കഴിഞ്ഞയാഴ്ച നടക്കുകയുണ്ടായില്ല. FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്തുവാൻ വൈകിയത്. അതുപോലെ മഞ്ഞ കാർഡുകാർക്കുള്ള ഓണക്കിറ്റ് 10-ാം തീയതി മുതൽ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും പല റേഷൻ കടകളിലും കഴിഞ്ഞയാഴ്ച ഓണക്കിറ്റ് എത്തിയിരുന്നില്ല. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള എല്ലാ സാധനങ്ങളും സപ്ലൈകോയിൽ എത്താത്തതാണ് ഓണക്കിറ്റിന്റെ പാക്കിങ്ങിന് തടസ്സമായതും വിതരണം വൈകിയതും. ഒടുവിൽ ഇപ്പോൾ ഗോഡൌണുകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെന്നും സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ളവ ഇന്നും നാളെയുമായി വിതരണം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ ഓണത്തിന് AAY മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും 4 പേർക്ക് ഒരു ഓണക്കിറ്റ് എന്ന രീതിയിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഇന്നു മുതൽ സജീവമായിട്ടുണ്ട്. 854 രൂപയോളം വിപണി വില വരുന്ന 16 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് അർഹരായവർക്ക് റേഷൻ കടകൾ വഴി സൗജന്യമായി നൽകുന്നത്. ഓഗസ്റ്റ് 25 ഉത്രാടം വരെ ഈ കിറ്റുകൾ കൈപ്പറ്റാവുന്നതാണ്. അതോടൊപ്പം മുൻഗണനേതര വിഭാഗങ്ങളായ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കാലത്ത് പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവിപണിയിലെ വിലക്കയറ്റം ഒഴിവാക്കുന്നതിനായി സ്പെഷ്യൽ അരിയും ഗോതമ്പുമാണ് ഈ വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലും പ്രത്യേക ക്വാട്ടയായും അനുവദിച്ചിരിക്കുന്നത്. നീല കാർഡ് ഉടമകൾക്ക് എല്ലാ മാസവും ലഭിക്കുന്ന റേഷൻ അരിക്ക് പുറമെ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ സ്പെഷ്യൽ അരിയും കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ഈ മാസം ലഭ്യമാണ്. ഇതിനു പുറമെ അധിക വിഹിതമായി പരമാവധി 10 കിലോ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ നീലക്കാർഡിന് ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിന് റേഷൻ വിഹിതമായി 7 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഇതാദ്യമായി 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് ലഭിക്കുന്നതാണ്. കൂടാതെ വെള്ള റേഷൻ കാർഡിനും 10 കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിൽ ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിനും എല്ലാ മാസവും ലഭിക്കുന്ന വിഹിതങ്ങൾ കൂടാതെ ഓണമാസത്തിൽ പ്രത്യേകമായി 3 കിലോ അരി 26 രൂപ നിരക്കിൽ ഈ മാസം ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ പൊതുവിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായി പ്രത്യേക ആനുകൂല്യ പദ്ധതി വഴി അരിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ലഭിക്കുവാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും ഉൾപ്പെടെയുള്ള 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഓണസദ്യ വട്ടങ്ങൾക്കായുള്ള അത്തം, ഉത്രാടം, തിരുവോണം എന്നീ പേരിലുള്ള പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകളും ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റുകളും വൻ വിലക്കുറവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓണക്കാല വിപണി സജീവമാക്കാൻ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക ഓണം മാർക്കറ്റുകളും ആരംഭിച്ചു കഴിഞ്ഞു. വൻകിട ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ പോലും ഡിസ്കൗണ്ട് നിരക്കിൽ ഇത്തരം ഫെയറുകളിൽ നിന്ന് ലഭ്യമാണ്. റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന നടത്തുന്നുണ്ട്. റേഷൻ കടകളിലെ POS മെഷീനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്റ്റോക്ക് ക്ഷാമം ഉണ്ടാകുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരുന്നു. POS മെഷീനുകളിലെ വിരലടയാള സാങ്കേതിക വിദ്യ വഴി വേഗത്തിൽ റേഷൻ ഉൽപ്പന്നങ്ങൾ കൈപ്പറ്റാൻ സാധിക്കും. തിരക്കൊഴിവാക്കാൻ ഉപഭോക്താക്കൾ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാതെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ റേഷൻ വിഹിതവും സൗജന്യ കിറ്റുകളും കൈപ്പറ്റണമെന്ന് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് ഒരു കുടുംബത്തിലും പട്ടിണിയില്ലാത്ത അവസ്ഥ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിതരണ ശൃംഖല ശക്തമാക്കിയിരിക്കുന്നത്. കാർഡ് മുൻഗണന വ്യത്യാസമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈ ഓണക്കാലത്ത് സർക്കാരിന്റെയും സപ്ലൈകോയുടെയും ആനുകൂല്യങ്ങൾ ലഭ്യമാകും. സൗജന്യ ഓണക്കിറ്റ് വിതരണവും സബ്സിഡി നിരക്കിലുള്ള ധാന്യ ലഭ്യതയും സപ്ലൈകോ വിപണി ഇടപെടലിലൂടെ ഉത്സവകാലത്ത് ജനങ്ങൾക്ക് താങ്ങാവുന്ന നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനും സന്തോഷകരമായ ഓണാഘോഷം ഉറപ്പാക്കാനും സർക്കാരിന്റെ ഈ സമഗ്ര പദ്ധതികൾക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.